7477 ഇപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്തത്. ഇന്ന് ഇവിടെ എൻ്റെ സഹപാഠികളായിട്ടുള്ള കുറേ പേർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആദരണീയ അധ്യാപകരും എത്തിച്ചേരുന്നുണ്ട്. കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്, പല കാരണങ്ങളാണ്. അതേമാതിരി തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണൊന്നുമില്ല, അതുകൊണ്ട് റെക്കോർഡില്ല. നമ്മൾ കോളേജിൽ ട്രൈ ചെയ്തു, വേറെ പല കോഴ്സും ട്രൈ ചെയ്തു. ഇത്രയും നമുക്ക് സംഘടിക്കാൻ പറ്റുള്ളൂ. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് ഈവൻ ഡേ സ്കോളേഴ്സിനെ കൂടി കുറച്ചുകൂടി നല്ല പ്രോഗ്രാം ചെയ്യുന്ന ആഗ്രഹമുണ്ട്. എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ അങ്ങനെ നടത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ആദരണീയ പ്രിൻസിപ്പൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ രാഘവൻ സർ, പ്ലീസ്.
നമ്മളിനി വേറെ എന്തെങ്കിലും ചടങ്ങുകൾ കിടക്കുന്നതിന് മുമ്പേ ഇത്രയും കാലത്തിന് ശേഷം നമ്മുടെ കൂടെ വരുന്ന കുറച്ച് പേര് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാതെ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് ചിലപ്പോൾ കൂടുതൽ പേരും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾക്ക് അറിവിൽ ഇരിക്കുന്ന പേരുകളാണ്. ടീച്ചേഴ്സിന് മിസ്റ്റർ ജയരാജൻ സർ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, രാമൻ സർ സിവിൽ എഞ്ചിനീയറിംഗ്, സച്ചിദാനന്ദൻ സർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, MK ബാലകൃഷ്ണൻ നായർ കെമിക്കൽ എഞ്ചിനീയറിംഗ്, വെങ്കടാചലൻ സർ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ജോസ് സർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വേലായുധൻ സർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഉപേന്ദ്രൻ സർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദാമോദരൻ നായർ സർ ഇലക്ട്രിക്കൽ, ശ്രീനിവാസ് നായിക് കണ്ടോണ, പിന്നെ കവിത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്ര ടീച്ചേഴ്സ് ഇന്ന് നമ്മളെ കൂടെ ഇല്ലാന്നാണ് അറിവിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആയിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളിൽ ജോഷി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ജോയ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, AK സോമൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, വാസു നമ്മളെ എപ്പോഴും പാട്ടുപാടി രസിപ്പിച്ചിരുന്ന വാസു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, NK രവീന്ദ്രൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്ര പേര് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇവരല്ലാതെ വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും സ്മരണയ്ക്കായിട്ട് നമ്മൾ ഒരു മിനിറ്റ് മൗനം പ്രാർത്ഥന. പല ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 40 കൊല്ലം കഴിഞ്ഞു. നമ്മൾ 77 ബാച്ചിലുള്ളത് അല്ലെങ്കിൽ 30 കൊല്ലം ഈ പ്രാക്ടീസ് ചെയ്തതുപോലെ അതിനുശേഷം പല അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോയി പലരും പല വഴിക്ക് തിരിഞ്ഞു. ഇപ്പൊ ചിലർ അമേരിക്കയിലെത്തി, ചിലർ യൂറോപ്പിലെത്തി, ചിലർ ഗൾഫ് കൺട്രീസിലുണ്ടാവും, ബോംബെയിലുണ്ടാവും, ഉണ്ടാവും. നാട്ടിലുള്ളത് കുറച്ച് ഭാഗ്യവാന്മാരും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പലരും ചോദിക്കുന്ന പ്രശ്നമാണ്, എന്താണ് ഇത്രയും കാലം നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നതെന്നുള്ളതിൻ്റെ ഞാൻ ആലോചിക്കപ്പെട്ടിട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് പോയ ഉടനെ തന്നെ അന്നത്തെ കാലത്ത് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പാച്ചിലായിരുന്നു ആദ്യം. ചില ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ BE ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് ജോലിക്ക് നോക്കി. അല്ലാത്ത എന്നെ പോലുള്ളത് സ്ട്രൈറ്റ് ആയിട്ട് ബോംബെയിലേക്ക് വണ്ടി കയറി. അങ്ങനെ ഒരു ജോലിയൊക്കെ ശരിയായി ഒന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ 6 to 7 മിനിമം ഇയേഴ്സ് അങ്ങനെ കടന്നുപോയി. പിന്നെ നാട്ടുകാർക്കനുസരിച്ച് ഒരു ജോലി എസ്റ്റാബ്ലിഷ് ആയ അപ്പം കഴിയണം. അതിൽ ഇതിൻ്റെ പാച്ചിലായി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായാൽ പിന്നെ വേറെ ഒന്നും നോക്കാൻ സമയമില്ല, അവരെ പിന്നാലുള്ള പാച്ചില്. അങ്ങനെ അവർ വലുതായി ഒന്ന് സെറ്റിൽ ആവുന്നവരെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി പിടിക്കാനോ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയും സാമ്പത്തികാവസ്ഥ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഡിലേ ആയതെന്നാണ് ഒരു റീസൺ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തത്, ഇന്നത്തെ പോലെ SMS വാട്സപ്പോ ചാറ്റിംഗ് ഒന്നും ആ സമയത്തില്ല. കാരണം മൊബൈൽ ഫോണില്ല. ഒരു ലാൻഡ് ഫോണുള്ള വീട് തന്നെ വളരെ കുറവായിരുന്നു. കാരണം ഞാൻ മൊബൈലൊക്കെ പോയിട്ടാണ് ഈ ഫോൺ എന്ന സാധനം കാണുന്നത്, അല്ലെങ്കിൽ പിക്ചറിൽ കണ്ടിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ ആൾക്കാരെ തമ്മിപ്പിടിക്കാൻ പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു സഹപാഠിയുടെ നിന്ന് കുറച്ച് സ്കാൻ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ 76 ഹോസ്റ്റൽ മേറ്റ്സിന്റെ ഒരു അഡ്രസ് ബുക്ക് കിട്ടി. അവിടുന്ന് ചിലർക്ക് കത്തയച്ച്, ചിലർ സ്വയം എഫേർട്ട് അവരവരെ വീട്ടിൽ പോയി അങ്ങനെ കണ്ടുപിടിച്ച് ഒരു 10-45 പേര് ഇപ്പോൾ ഞങ്ങൾ തേടി പിടിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ വലിയൊരു കാര്യം. കാരണം
ശരിക്കും നോക്കുകയാണെങ്കിൽ ഡേ സ്കോളേഴ്സും ഹോസ്റ്റലും കൂടി കൂട്ടുകയാണെങ്കിൽ 10-20 പേരെങ്കിലും മിനിമം ഉണ്ടാവും. പക്ഷേ നമുക്ക് ആകെപ്പാട് 45 പേരെ ഇത്രയും കാലത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഒരു ചെറിയൊരു റീയൂണിയൻ ചെയ്തു. അത് മാക്സിമം ആൾക്കാർ എറണാകുളം നിന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഞങ്ങളുടേതായുള്ള മാത്രം ഒരു കൂട്ടായ്മ. അതിൻ്റെ ബേസിസിൽ അന്നത്തെ ഒരു ഡിസിഷൻ ആയിരുന്നു കുറച്ചും കൂടി ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ ഒന്ന് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും മാക്സിമം ആൾക്കാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവർ ഒരു റീയൂണിയൻ ടൈപ്പ് ഒരു ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു അന്ന് ഉണ്ടായ ഒരു ആശയത്തിൻ്റെ ബേസിസിലാണ് സോമനും പിന്നെ ലോക്കലായിട്ടുള്ള കുറച്ച് പേര് കൂടി ബാലകൃഷ്ണനും രഘുനാഥും വീട്ടും എല്ലാവരും രമേശൻ എല്ലാവരും കൂടി എങ്ങനെയൊക്കെയോ ഓരോരുത്തരം ഡ്രസ്സും നമ്പറും കണ്ടുപിടിച്ച് ഇത്രയും അറ്റ്ലീസ്റ്റ് ഇത്രയും ടീച്ചേഴ്സിനെ നമ്മളൊരു 21 ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യും. അതിൽ ഇപ്പോൾ എത്തിച്ചേരുന്നവരും പ്ലസ് 2 പേര് ഇപ്പം മാതൃകയാണ്, മാധവൻ സാറും ആർ.സി. ജോസ് സാറും. അതല്ലാതെ ഞങ്ങൾ വത്സൻ സാറിനെയും ജോസമ്മ ടീച്ചറെയും അന്നാമ ടീച്ചറെയും ഇന്ദിരാബോസ് ടീച്ചറിനെയും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. അത് ഞങ്ങൾ പേഴ്സണലായിട്ട് ഇന്നലെ ഇന്ദിരാബോസ് ടീച്ചറുടെ വീട്ടിലും അൻസാമ ടീച്ചറിൻ്റെ വീട്ടിലും പോയിരുന്നു. ഇനി ജോസമ്മ ടീച്ചറിൻ്റെ വീട്ടിൽ എറണാകുളത്ത് മുതൽ പോകുന്നതായിരിക്കും. അതേമാതിരി തന്നെ രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഞങ്ങളുടെ വാർഡനും കൂടി ആയിരുന്നു രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വരെ ഈ ഒരു സംഗമത്തിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ നോക്കി വന്നപ്പോൾ നമ്മളുടെ നവവാണി സത്യം സജസ്റ്റ് ചെയ്തതാണ് ഗുരുവന്ദനം. ഇതിൽ കൂടുതൽ ആർക്കായിട്ടുള്ളൊരു പേര് ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ തീം തന്നെ ഗുരുവന്ദനമാണ്. അന്ന് പഠിപ്പിക്കുമ്പോൾ എസ്പെഷ്യലി ഞാൻ കാലഘട്ടത്തിൽ 10th 12th കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ കൂടി ലൈസൻസ് വിളിക്കട്ടെ. ആർ.സി. ജോസ് സാർ ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ആർ.സി. ജോസ് സാർ, മാധവൻ സാർ, thank you both for coming. അന്ന് നമ്മൾ 10th 12th കഴിഞ്ഞ് വരുന്നതാണ് മിക്കവാറും എല്ലാവരും ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഒരു പരിചയമില്ലാത്ത കുറെ കുട്ടികൾ പല സ്ഥലത്തും വരുന്നവർ. കാരണം ഞാനിപ്പോൾ മലപ്പുറംകാരാണ്. അപ്പോൾ മലപ്പുറത്ത് ലാംഗ്വേജാണ് പെരുമാറാണ്, ട്രിവാൻഡ്രംകാരൻ വേറെയാണ്, കണ്ണൂർക്കാരൻ വേറെയാണ്. അതേമാതിരി ക്ലാസ്സിൽ ചെന്നാൽ കടിച്ചാൽ പാടാത്ത ഇംഗ്ലീഷ് തലേൻ്റെ മുകളിൽ കൂടെ പോകും, ഒരു കുന്തം മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ ഹോസ്റ്റലിലെ ഭക്ഷണം നമ്മളൊക്കെ അന്ന് എൻ്റെ ബ്രദർ പറയും, ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ എന്നെ കാണാൻ വന്നു അത്രയ്ക്ക് ഭക്ഷണം കൂമ്പാരം കൂട്ടിയില്ല കഴിക്കുന്നത്. ഇവിടെ വന്നാൽ 2-3 ചപ്പാത്തിയാണ്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും. പക്ഷേ ആ ഒരു ഇനീഷ്യൽ ഒരു 3-4 മാസം കഴിഞ്ഞ് കിട്ടിയപ്പോഴേക്കും ഹോസ്റ്റലിലുള്ള കുട്ടികളുമായിട്ട് പിന്നെ പിരിയാൻ പറ്റാത്തൊരു ബന്ധവും ടീച്ചേഴ്സ് പറയുന്ന കുറേ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത കൂടി വന്നു. ഇന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നു, ലുക്കിംഗ് ബാക്ക്, അന്ന് ടീച്ചേഴ്സ് ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും വിടുന്നു പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാട് എത്ര കാര്യങ്ങൾ എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത് ഇത്രയും നമുക്ക് വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഇന്ദിരാബോസിന്റെ ഒരു കാര്യം പറയുന്നുണ്ടോ, 2 ടൈപ്പ് കൂട്ടര് ആളുകൾ നന്നാവുന്നത് അതിന് അസൂയ തോന്നാത്തവരുള്ളൂ. 1 സ്വന്തം മാതാപിതാക്കളും, 2 ഗുരുനാഥന്മാരും. അവരുടെ കുട്ടികൾ എത്ര വലുതാവുന്നോ അവർക്ക് അത്രയും അതിൻ്റെ ഒരു അഭിമാനമല്ലാതെ ഒരു ജലസി തോന്നാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. നമ്മളുടെ
അധ്യാപകർ ചെയ്ത എല്ലാ സപ്പോർട്ടിനും ലവിനും അഫെക്ഷനും നന്ദി പറയുന്നു. ഞാൻ വലിയൊരു സ്പീച്ച് നടത്തി ബോറാക്കുന്നില്ല. കുറച്ച് നീട്ടിയത് ആസിഫ് ജോസ് സാറും ആനന്ദ് സാറും വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പേ കഴിയണ്ടായിരുന്നു. താങ്ക് യു വൺസ് അഗൈൻ. നാം നമ്മുടെ മെയിൻ തീമായ ഗുരുവന്ദനത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഐ കോൾ ഓൺ സുരേന്ദ്രൻ ആൻഡ് രഘുനാഥ് DK to honor Principal Sir. Now, Elias and Ramakrishnan. So, Ramakrishnan. Devi and Sridhar. To honor Joseph Sir. മുമ്പിൽ വരുന്നതാണ് പീറ്റർ ശ്രീധർ. And Satya. Thomas and Stephen.